സ്വാഗതം. സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഏഞ്ചൽ സന്ദേശം കേട്ടാലോ? ഇന്ന് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിന്ന് സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് എടുക്കുന്നത്. 5 ഏഞ്ചൽ കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന സന്ദേശം എന്നാണ് നോക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്താൽ മാത്രമേ ഇത് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് 5 കാർഡുകൾ എടുത്ത് നോക്കാം. ഇതാണ് സെൻട്രൽ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഇതെന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. നോ എന്ന് പറയുന്ന ഒരു ആൻസറാണ് വന്നിട്ടുള്ളത്. എന്താണ് നോ എന്ന് പറയുന്നത് എന്നുള്ളത് ഈ 2 കാർഡുകൾ പറഞ്ഞു തരും. രണ്ടാമത്തെ കാർഡ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നൊരു കാർഡും അടുത്ത കാർഡെന്ന് പറയുന്നത് യു ആർ റെഡി എന്ന് പറയുന്നൊരു കാർഡുമാണ്. അതായത് ക്ഷമിച്ച് മുന്നോട്ട് പോകാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ 3 കാർഡുകളും പറയുന്നത്. ഇനി അതിൻ്റെ ചേർന്ന് വായിക്കേണ്ട കാർഡുകൾ എന്താണെന്ന് നോക്കാം. കോംപ്രമൈസ് ആൻഡ് റീകൺസിഡർ എന്ന് പറയുന്നൊരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു തീരുമാനം എടുത്തു, ഇനി അങ്ങോട്ടില്ല, അത് വേണ്ട എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എടുക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചില വാതിലുകൾ അടയ്ക്കാം എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല. അതാണ് ഈ കാർഡ് പറയുന്നത്. നമ്മളെന്താ വിചാരിക്കുക, നമ്മളൊരാൾക്കും ക്ഷമ കൊടുത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു സിറ്റുവേഷൻ എത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് കോംപ്രമൈസ് ചെയ്ത് റീകൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ താങ്കളെ മതിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. യു ഹാവ് ടു റീകൺസിഡർ എന്നാണ് പറയുന്നത്. കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, റീകൺസിഡർ ചെയ്യുക എന്നാണ് ഈ ടാരോ കാർഡ് പറയുന്നത്. അപ്പോൾ പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് എനർജിയിലാണ് വന്നിട്ടുള്ളത്. ഒരു റിലേഷൻഷിപ്പ് എനർജിയിൽ ഒരു വാതിലടയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ സമയമായോ ആയില്ല എന്നുള്ളത് ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യാനാണ് ഈ കാർഡ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഇത് റെസണേറ്റ് ചെയ്തെങ്കിൽ താങ്ക് യു വെരി മച്ച്. റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ നോ പ്രോബ്ലം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഒരേ പ്രായത്തിലോ ഇതിലാവണമെന്നില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.